നാരായണ 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 എന്നെ നീ കാത്തുകൊള്ളണേ. നാരായണ 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 ചാഞ്ചാടും തീരവും സ്റ്റൈലല്ലേ. ഹലോ, പൊടിയും കൊച്ചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന്. എന്തുവാ? എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത്. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോഴോ ഇതേ ഉള്ളൂ, ലാസ്റ്റിലത്തെയാണേ. ഉമ്മ അയ്യോ നാടുവും കൊളുത്തി പിടിച്ച്. എടി ഉഷേ ഇവളെ എവിടെ പോയി കിടക്കുവാ? നേരത്തേക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവളാ. ഇപ്പം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നത്, പിന്നെ സൂര്യൻ അസ്തമിച്ചാലും അവളെ എഴുന്നേക്കത്തില്ല. ഇവിടെ കണ്ടൊരു കയറ് കൊണ്ടിട്ടത്. ഇവിടെ കിടപ്പുണ്ടോ? ഹലോ, എന്തുവാടി? ഞാൻ നിന്നെ വിളിക്കാം. രാവിലെ അങ്ങ് തുടങ്ങി അമ്മൂമ്മ അല്ലയോ? കൊള്ളാം. ആ കാലെടുത്ത് ഉടനെ നടുവ് ഞാൻ കെട്ടി വെച്ചേക്കണം. ഈ നാട്ടുകാർ കണ്ടാ വിചാരിക്കും ഞങ്ങൾ നിങ്ങളെ കെട്ടിയിട്ട് വളർത്തു വന്ന്. ഇടി കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ സുശീലയുടെ മുറ്റത്താ. എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ് അണ്ണാ. ഓ, അമ്മമ്മക്ക് ചായ എടുത്ത് കൊടുത്തേക്കണേ. വരുന്നടി. അയ്യോ, ഇവിടുത്തെ അമ്മമ്മയുടെ കാര്യം പറഞ്ഞതാ. ഇനി ഞാൻ വിളിച്ചതേ കുടുംബശ്രീക്ക് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടേ. ഒരു മിനിറ്റ്, കുഞ്ഞു കരയുന്ന വെക്കല്ലേ. ഓ മക്കള് പാല് കുടിച്ചേ. ഹലോ ഡീ. നീ ഇതെന്തുവായി കാണിക്കുന്നേ? ഇതിന് പാല് കൊടുക്കുന്നു. അത് നിന്റെ ചെവിയിൽ ഒഴിച്ചാ കുഞ്ഞിന്റെ വായി ചെല്ലുവോ? മാറിപ്പോയെന്നാ. ഇത് നോക്കണ്ടേ, കൊടുക്കുന്നു നോക്കി. അമ്മമ്മേ, എന്നാ ചായ തൊള്ളിയേ ഉള്ളു, കുടി. അണ്ണ ഇങ്ങ വന്നേണ്ണ. എന്തുവാടി? കുഞ്ഞിനെ നോക്കിയേ. അണ്ണന്റെ അതേ ചായ. നിന്റെ ചായ. അണ്ണന്റെ ചായ. നിന്റെ ചായ. അണ്ണന്റെ ചായ. ചായ കൊള്ളാൻ തേയില കമ്പനി അല്ല. അമ്മൂമ്മേ പേടിച്ചുവല്ലോ. താണ്ടി വെല്ലുമരുന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നു രാവിലെ. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ അണ്ണനോട് പറഞ്ഞില്ല ഇന്ന് എന്റെ കൂട്ടുകാരുടെ ഒരു കല്യാണം ഉണ്ടെന്ന്. എടി, എന്തിനാണ് ഈ കല്യാണത്തിന് പോന്നെ? ഞാനും നീ കല്യാണം കഴിച്ചിട്ടാണോ ഈ ജീവിക്കുന്നത്? അതല്ല, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ട്, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട്. രാത്രി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ നീ ആ സാരി തുമ്പിനകത്തോടെ ഞാൻ താഴെ വന്നു. നിന്നെ കൊണ്ട് എന്നറിയാ സ്ഥലം വിട്ട്. നിന്റെ അച്ഛൻ പോലും അറിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? എന്റെ അച്ഛൻ അറിഞ്ഞില്ലെന്ന്. എന്റെ അച്ഛനാ മേളിൽ സാരി തുമ്പ് പിടിച്ചു വന്നത്. അപ്പൊ അച്ഛനും മോളും കൂടെ അറിഞ്ഞോണ്ട് എന്നെ ഒപ്പിക്കുമായിരുന്നില്ല? അത് എപ്പോഴാന്നോടാ നിനക്ക് മനസ്സിലാകുന്നത്? എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളായിരുന്നു സംശയം. എന്നെ എന്ത് സംശയം? എന്തോ സംശയം എന്നോ? വടക്കലെ ജലജയുടെ മൂത്ത മോനെ നിങ്ങൾ പറിച്ചു വെച്ചിരിക്കുക. പറിച്ചു വെച്ചേക്കാൻ ഇവൻ എന്തുവാ 6 മാസം കപ്പയോ? അമ്മൂമ്മേ ഒന്ന് മിണ്ടാതിരിക്കണേ. പക്ഷെ നീ ആ വിഷയം വെറുതെ. ആ വിഷയം ഞാൻ വിടത്തില്ല. ഇന്ന് വൈകിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയി ചോദിക്കും. നോക്കിയോ? എന്തിന്? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടി, ജലജയുടെ മൂത്ത മോൻ എന്നെ പോലെ ഇരിക്കുവാണെന്നും പറഞ്ഞ് ജലജ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതില്ല. പിന്നെ നീ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? അത് തന്നെയാണോ? ജലജയെക്കാട്ടി വിദ്യാഭ്യാസ സൗന്ദര്യമൊക്കെ നിനക്കില്ലേ? അതുകൊണ്ട് മാത്രമാ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത്. എന്റെ മോൻ രക്ഷപ്പെട്ടു.